പഴകിയ മീൻ കിട്ടുന്ന സ്ഥലം അത് ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഈ അല്ലേ നമ്മുടെ നാട്ടിലും ഉണ്ട്. ചില സമയത്ത് ചില മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മീനൊക്കെ പഴയ ഏതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ജീവിച്ചിരുന്ന മീനാന്ന് തോന്നും. ഇല്ല, സത്യന്റെ കാലത്തെ മീൻ വരെ നമുക്ക് കിട്ടും. പാലക്കാട് ചെർപ്പളശ്ശേരി മത്സ്യ മാർക്കറ്റിൽ നിന്ന് 75 കിലോ പഴകിയ മത്സ്യമാണ് പിടികൂടിയത്. 75 കിലോ. ആരോഗ്യ വിഭാഗത്തിൻ്റെയും മിന്നൽ പരിശോധനയിലാണ് പഴകിയ മത്സ്യം കണ്ടെത്തിയത്. സ്ഥിരമായ പരാതികൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. സ്ഥാപന ഉടമകൾക്ക് പിഴ ചുമത്തി. പിഴ മാത്രം ചുമത്തിയാൽ പോരാ അല്ലേ? ഇങ്ങനെയുള്ളവരെ ഈ പഴകിയ സാധനങ്ങൾ വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുന്നവര് അത് അത് നിയമത്തിന് മുമ്പിൽ അവരെ കുറ്റക്കാരാക്കണം. അപ്പോൾ ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, 75 കിലോ മത്സ്യമാണ്. അപ്പോൾ കുറച്ചധികം പഴക്കമുള്ള മത്സ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ധാരാളം ആളുകൾ ഇതിനു മുമ്പും ഈ പഴകിയ മത്സ്യം വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ കരുതുന്നത്. എപ്പോഴാണ് ഈ റെയ്ഡ് നടന്നത്? എത്ര രൂപയാണ് പിഴ ചുമത്തിയത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അരുൺ, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ചെർപ്പളശ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പരിശോധന ചെർപ്പളശ്ശേരിയിലെ മത്സ്യ മാർക്കറ്റിൽ നടന്നത്. നാട്ടുകാർ നിരന്തരമായി ഈ മത്സ്യ മാർക്കറ്റിനെതിരെ പരാതികൾ ഉന്നയിച്ചിരുന്നു. കാരണം ഇവിടെ നിന്ന് നിരവധി ആളുകൾക്കാണ് ഈ പഴകിയ മത്സ്യം കൊണ്ടുപോയി കഴിച്ചതിനെ തുടർന്ന് വിവിധ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ ആരോഗ്യ വിഭാഗത്തിന് തുടർച്ചയായി പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ നഗരസഭയിലുള്ള ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ മത്സ്യ മാർക്കറ്റിലെത്തി ഒരു മിന്നൽ പരിശോധന നടത്തുകയും ഈ മാർക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന വിവിധ സ്റ്റോളുകളിൽ സൂക്ഷിച്ചിരുന്ന പഴകിയ മത്സ്യം പിടികൂടുകയായിരുന്നു. 75 കിലോ പഴകിയ ചൂര മത്സ്യമാണ് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. മാത്രമല്ല, ഈ മത്സ്യം പിടികൂടിയ സ്റ്റോളുകൾക്ക് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വേനൽ കടുത്തതോടുകൂടി തന്നെ പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ നല്ല രീതിയിലുള്ള മത്സ്യങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സ്യം വിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പഴകിയ മത്സ്യങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ച് വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. ചെർപ്പളശ്ശേരിയിലെ മത്സ്യ മാർക്കറ്റിൽ നിന്നാണ് ഇങ്ങനെ പഴകിയ മത്സ്യം പിടികൂടിയത്. 1-2 75 കിലോ നല്ല ഐക്കൂറയും അയിലയും ഒക്കെ. പഴയ കാലത്തെ മീനാണ്. കഴിച്ചവർക്ക് ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, കഴിച്ചു പോയില്ലേ. അപ്പോൾ കഴിക്കാത്തവർ ആ ചെർപ്പളശ്ശേരി മത്സ്യ മാർക്കറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പുതിയ മത്സ്യമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആരോഗ്യവകുപ്പിൻ്റെ റെയ്ഡിനെ തുടർന്നാണ് പിടിച്ചെടുത്തത്. പക്ഷേ എന്തുകൊണ്ട് വൈകി? അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.